ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്നതാണ് സത്യം. ഓരോ ഗ്രാമത്തിനും അധിപതിയായി ഓരോ ദേവതയുണ്ട്. വള്ളുവനാട്ടിൽ ഈ ദേവതമാരുടെ പ്രതിപുരുഷനാണ് വെളിച്ചപ്പാട്. ദേവിയുടെ അഭീഷ്ടങ്ങൾ ജനങ്ങൾ അറിയുന്നത് വെളിച്ചപ്പാടിന്റെ കൽപ്പനയിലൂടെയാണ്. കച്ചകെട്ടി പള്ളിവാളേന്തിയ വെളിച്ചപ്പാടിൽ ദേവീ സാന്നിധ്യം എത്തുമ്പോൾ വെളിച്ചപ്പാട് കലിതുള്ളുകയായി. പിന്നെ ത്രികാലജ്ഞാനിയാണ് വെളിച്ചപ്പാട്. ദേവീ സാന്നിധ്യം ഒഴിയുമ്പോൾ വെളിച്ചപ്പാട് സാധാരണ മനുഷ്യശരീരമായി മാറുന്നു. ഈ വിശ്വാസങ്ങളിൽ കാലം ചിതലരിച്ചപ്പോൾ വെളിച്ചപ്പാടിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഇടയിൽ ആത്മരോധനമായി മാറിയ ഒരു വെളിച്ചപ്പാടിന്റെ ജീവിതത്തിലൂടെ. രണ്ടു ദിവസം മുമ്പാണ് കുഞ്ചുമണിയുടെ മരണവാർത്ത ഞാൻ അറിയുന്നത്. നഗരത്തിലെ തിരക്കിട്ട ജോലികൾക്കിടയിൽ വിശ്രമമില്ലാതെ ജീവിതത്തോട് മത്സരിക്കുകയായിരുന്നു ഞാനപ്പോൾ. ലീവ് തരാൻ വൈകിച്ച മാനേജർക്ക് കാരണങ്ങൾ ഒരുപാട് പറയാനുണ്ടായിരുന്നു. കുഞ്ചുമണിയുടെ അഭാവം ഇവിടെ പ്രവേശിച്ചതു മുതൽ എന്നെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അവന്റെ സ്വരം ഈ ഭൂമിയുടെ വായുവിൽ പ്രതിഫലിക്കുന്നുണ്ട്. അവന്റെ കാൽച്ചിലമ്പിന്റെ താളം ഈ ഭൂമിയുടെ മണ്ണിൽ മുഴങ്ങുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോ വരാം. കുഞ്ചുമണിയും ഞാനും സമപ്രായക്കാരല്ലെങ്കിലും സഹപാഠികളായിരുന്നു. എനിക്കെന്തുകൊണ്ടോ കുഞ്ചുമണിയെ ഇഷ്ടമായിരുന്നു. കുഞ്ചുമണിക്ക് ഒരു നിയോഗം കാത്തിരിപ്പുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അമ്മാവിന് ശേഷം തറവാട്ടുകാവിലെ വെളിച്ചപ്പാടാകുക എന്നതായിരുന്നു അത്. അരയിൽ പട്ടുചുറ്റി മുടി നീട്ടി വളർത്തി ചേങ്ങലയണിഞ്ഞ കുഞ്ചുമണിയെ ഞങ്ങൾ അമ്മയെ സങ്കല്പിച്ചിരുന്നു. അമ്മാവനായിരുന്നു അവന്റെ വഴികാട്ടി. നാലേരിക്കാവിലെ വാസുദേവൻ വെളിച്ചപ്പാടിനോട് നാട്ടാർക്കെല്ലാവർക്കും വല്ലാത്ത ഭയഭക്തി ബഹുമാനമായിരുന്നു. കുഞ്ചുമണി അങ്ങനെ വാശി പിടിക്കുന്നെങ്കിൽ
അതിന് തക്കതായ കാരണവുമുണ്ടായിരുന്നു. അന്നാട്ടിലെ പേരുകേട്ട വെളിച്ചപ്പാടായിരുന്നു നാലേരിക്കാവിലെ വെളിച്ചപ്പാട്. അതിലും കേമനാകുക എന്നതായിരുന്നു കുഞ്ചുമണിയുടെ ആഗ്രഹം. അതിന്റെ പിന്നിലെ സത്യാവസ്ഥ, വെളിച്ചപ്പാടിൽ ഭഗവതി പ്രസാദിച്ചാൽ ഓരോ ഉത്സവത്തിനും തുടക്കമറിയിക്കുന്ന കുത്തുമുളയിടേണ്ട ദിവസം കാവിൽ നിന്നും നേരെ കാണുന്ന പാട്ടിമലയിൽ ഏറെ മുകളിലായി കാണുന്ന ആൽമരത്തിൽ തനിയെ ഒരു ചുവന്ന പട്ട് പ്രത്യക്ഷപ്പെടും. വെളിച്ചപ്പാടിൽ ഭഗവതിക്ക് പ്രസാദം വന്നു എന്നതിന്റെ തെളിവാണത്. കുഞ്ചുമണിയുടെ അമ്മാവൻ അസുഖമായി കിടന്നപ്പോൾ പട്ട് പലതവണ പ്രത്യക്ഷപ്പെട്ടു അത്രേ. ഇതാണ് കുഞ്ചുമണിയുടെ വാശിയുടെ കാതൽ. നീ വളരുമ്പോൾ ഈ അമ്മാവനേക്കാൾ വലിയ വെളിച്ചപ്പാടാകണം, നാടിന്റെ വെളിച്ചപ്പാട്. അന്നു രാത്രി വെളിച്ചപ്പാടിന്റെ നീട്ടി വളർത്തിയ മുടിയും വേഷവിധാനവും കൈയിലെ വാളും കാലിലെ ചിലങ്കകളും കലിതുള്ളുന്ന ശരീരവുമൊക്കെ കുഞ്ചുമണിയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഉറക്കത്തിൽ അവൻ പെട്ടെന്ന് പേടിച്ച് നിലവിളിച്ചു. സാരമില്ല, 2 ദിവസം കഴിച്ചാൽ എല്ലാം ഭേദമാവും. ശരി വൈദ്യരെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നീ നോക്കിക്കോ, ഞാൻ ഈ കാവിലെ വെളിച്ചപ്പാടിനേക്കാൾ കേമന. നീ എന്ത് വിഡിത്താണ് പറയുന്നത്? വിഡിത്തല്ല പരമു, ഇത് യാഥാർത്ഥ്യമാ. കാലം കടന്നുപോയി. കുഞ്ചുമണിയും ഞാനും ഞങ്ങളെല്ലാവരും വളർന്നു. ആ പരമുനെ കാണുമ്പോ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയണം. ആ ശരി. എന്താ കാണണമെന്ന് പറഞ്ഞേ? ഞാൻ ആ വെളിച്ചപ്പാടിനെ സ്വപ്നം കാണുന്നു. ഏത് വെളിച്ചപ്പാടിനെ? ആ നാലേരിക്കാവിലെ വെളിച്ചപ്പാടിനെ, എന്റെ അമ്മാവനെ. അതൊക്കെ വെറും തോന്നലാ. മനസ്സ് വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചാ പിന്നെ ഒന്നും തോന്നില്ല. എന്നാൽ കുഞ്ചുമണി മാത്രം ഗ്രാമത്തിൽ അവശേഷിച്ചു. അമ്മാവന്റെ കയ്യാളായി മാറുകയും ചെയ്തു. പിന്നീട് അമ്മാവന് ശേഷം കാവിലെ വെളിച്ചപ്പാടായി അവരോധിക്കപ്പെടുകയും ചെയ്തു. കുഞ്ചുമണി ശമ്പളം കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് കാവിൽ ലഹളയുണ്ടാക്കി. അമ്മ കാത്തോളാം, അമ്മ കാത്തോളാം.
അമ്മാ കാത്തോളാം. ധൈര്യമായി പൊയ്ക്കോ. പലരിൽ നിന്നും വാളിൽ പണം വാങ്ങുന്നു. സൂക്ഷിക്കണം. ഊരാളന്മാരുടെ അടുത്ത് മാത്രമല്ല, പലരോടും കൽപ്പിക്കുന്നു. സാരമില്ല, അമ്മ കാത്തോളാം. ഇങ്ങനെ കുഞ്ചുമണിയുടെ കുറ്റങ്ങളായിരുന്നു അന്ന് നാട്ടിൽ കേട്ടതൊക്കെ. അവന്റെ കൽപ്പന കൽപ്പിക്കാൻ അവനാരാ? ഭഗവതിയുടെ കാര്യം പറഞ്ഞ് എത്ര പണമാ വാരി കൂട്ടുന്നത്? ഇതിനൊക്കെ ഭഗവതി തന്നെ മറുപടി കൊടുത്തോളും. മേന സാറേ, ഭഗവതിയെ കുറിച്ച് പറയുന്നത് സൂക്ഷിച്ചു വേണം. വേഗം നടന്നാട്ടെ, കഥകളി തുടങ്ങാനുള്ള സമയമായി. എല്ലാറ്റിനും മറുപടി പറയേണ്ടത് ഞാനാ. ആളിലൊക്കെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ആളുകൾക്ക് എന്താ വേറെ പണി? വെളിച്ചപ്പാടിന് മാത്രമൊന്നും പാടില്ലെന്നാവും. വെളിച്ചപ്പാടിന്റെ വീട്ടിൽ 3 നേരവും അന്നം ഉണ്ടായ എന്താ കുഴപ്പം? ഞാൻ വീട്ടിലേക്കാ, നമുക്ക് ഒരുമിച്ച് പോ. കുഞ്ചുമണി ആനയെ വാങ്ങിയത് ഒരു വിവാദ കഥയായിരുന്നു. വെളിച്ചപ്പാടിനൊരാന എന്ന് പറയുന്നതിൽ നാട്ടുകാർ അസ്വസ്ഥരായി. ഭഗവതിയുടെ പേര് പറഞ്ഞ് നടത്തിയ കൊള്ളയായി എല്ലാവരും അതിനെ കണ്ടു. ഒരു പരിധിവരെ അത് സത്യമായിരുന്നു. ശരിക്കും കുഞ്ചുമണി വേറൊരാളായി മാറിക്കഴിഞ്ഞിരുന്നു. ഭക്തിവേല എന്നതിലുപരി വരുമാനത്തിനൊരു നല്ല മാർഗമായി കുഞ്ചുമണി തന്റെ ദൈവനിയോഗത്തെ കണ്ടു. അവിടെയാണ് അവന് പിഴച്ചത്. ആ, വെളിച്ചപ്പാട് ആനപ്പാപ്പാനായെന്ന് കേട്ടല്ലോ. എന്താ ഇപ്പൊ അതിന് കുഴപ്പം? വെളിച്ചപ്പാടിന് ആനയെ മേടിച്ചുകൂടാന്നാ? അപ്രതീക്ഷിതമായിരുന്നു അവന്റെ അന്ത്യം. ഉത്സവത്തിനിടെ സ്വന്തം ആന ഇടഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവന്റെ കാലിൽ ഒരു പാമ്പ് ചുറ്റുകയായിരുന്നു. ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി അനുഭവിച്ചു കിടക്കുന്നത്. ദൈവഹിതം, ഭാവി എന്നിവ അറിയാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പ്രതിരൂപമാണ് വെളിച്ചപ്പാട്. പക്ഷേ സ്വന്തം പാദത്തിലെ ഇരുട്ടുമാറ്റാനാകാത്ത ദീപം പോലെ വെളിച്ചപ്പാടിന്റെ ജന്മവും നിരാലംബമായ മനുഷ്യജന്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നില്ല.